ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ്. കാരണം ഞങ്ങൾ കൊച്ചി മറൈൻ ഡ്രൈവ് വരെ ഒന്ന് പോയിരുന്നു. അപ്പോൾ അവിടെ ബോട്ടിലൂടെയുള്ളൊരു ചെറിയൊരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ കയറിയപ്പോൾ തൊട്ട് അതിൽ പാട്ട് വെച്ചിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കാലത്ത് ഏകദേശം ഒരു 12 മണി അടുപ്പിച്ച് അവിടെ എത്തിയിരുന്നു. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. ഏകദേശം ഒരു 30 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബോട്ട് എടുത്തപ്പോൾ ഒരാൾക്ക് പെർ പേഴ്സണ് ഒരു 100 രൂപയാണ് വന്നത്. ഏകദേശം ഒരു 3000 രൂപയോളമാണ് അതിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത്. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ കായലിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ഗാർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചിട്ട് അതിനെക്കുറിച്ച് നമുക്ക് വിവരിച്ച് തരുമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ പറയുക, ചരക്കിൻ്റെ വലിയ വലിയ കപ്പലുകളൊക്കെ അവിടെ സൈഡിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ കാണുന്നത് കൊച്ചി നേവിയുടെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഇതാണ്. അവിടുത്തെ കപ്പലും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതുപോലെ തന്നെ 4 വശവും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് നമ്മൾ മനുഷ്യനിർമ്മിതയിൽ തന്നെ നിർമ്മിച്ച ഒരു കണ്ടൽ വനങ്ങളുള്ള ഒരു 3-4 ഐലൻഡ് പോലത്തെ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് കാണാൻ വളരെ ഭംഗിയുള്ളൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഏരിയ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഡോൾഫിനുകളൊക്കെ ഇങ്ങനെ ചാടി പോണതൊക്കെ കാണായിരുന്നു. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഷിപ്പ്യാർഡിൻ്റെ ഭാഗമല്ല, ഇത് ചരക്ക് കപ്പലുകൾ വന്നിട്ട് ഇവിടെ ചരക്കുകളൊക്കെ ഇറക്കണ ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമ്മൾ വലിയ ലോറിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകണ ചരക്കുകൾ ഇതിൽ ഏതാണ്ട് തീപ്പെട്ടിക്കൂടുകൾ പോലെയാണ് ഇതിലിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോകുന്നതായിരിക്കും. നിങ്ങൾ ടൈമുള്ളവരൊക്കെ ഇടയ്ക്കെങ്കിലും ഒരു സൺഡേ ഒക്കെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞാൻ പറയണത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ആ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പല സിനിമകളിലും ഷൂട്ടിങ്ങൊക്കെ നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.